ഇപ്പം എണീറ്റതേ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ഒരു വ്ലോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാ ഒരാൾ ഇപ്പോൾ ഉണ്ട്. ഇതങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല, വേറെ ഒന്നും കേക്ക് കട്ടിംഗ് ഒന്നും ഇല്ല എന്നാണ് വിശ്വാസം. അറിയില്ല, പക്ഷെ ഇവിടെ ഒരാൾ കിടന്ന് കേക്ക് വേണമെന്ന് എന്നെക്കാളും ഭയങ്കര ത്രില്ലിൽ ഒരാൾ ഇപ്പോൾ ഉണ്ട്. നമുക്ക് കേക്ക്, പിന്നെ ബിരിയാണി മേടിക്കണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. നമ്മൾ ബിരിയാണി വെക്കുന്നേക്കാളും ബിരിയാണി കടയിൽ നിന്ന് മേടിക്കുന്നതാണ് കുറച്ചുകൂടി നല്ല. അപ്പം നമ്മൾ കടയിൽ നിന്ന് ബിരിയാണി മേടിക്കണമെന്നുള്ള പ്ലാനിങ് ഉണ്ട്, പക്ഷേ ബാക്കിയുള്ള പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. അതായത് ഇപ്പോൾ കേക്ക് കട്ടിങ്ങോ അങ്ങനെ വേറെ ഒന്നുമില്ല. പിന്നെ ബർത്ത്ഡേ അന്ന് വയസ്സ് പറഞ്ഞിടാത്തതുകൊണ്ട് മാത്രം ഞാൻ വയസ്സ് പറയുന്നില്ല. ഓൾറെഡി മിക്കുള്ളവർക്ക് എൻ്റെ വയസ്സ് അറിയാമായിരിക്കും, ഞാൻ ലൈവിലൊക്കെ വരുമ്പോൾ വയസ്സ് പറയാറുണ്ട്. അപ്പം നമുക്ക് പോകെ വിശേഷങ്ങൾ കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പുട്ടും പഴമാണ് ബ്രേക്ക്ഫാസ്റ്റ്, കഴിക്കണം. അപ്പം ഓക്കെ, അപ്പം നമുക്ക് പോകെ കാണാം. അപ്പം നമ്മൾ ബിരിയാണി മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ രണ്ടുപേരും കൂടി ഇട്ടാ പോകാൻ വേണ്ടി പോകുന്നത്. ഇതാണ് എൻ്റെ പെരുന്നാൾ കോടി. എങ്ങനെയുണ്ട്? ബർത്ത്ഡേ സ്പെഷ്യൽ ഡ്രസ്സാണ്. പിന്നെ എങ്കിൽ നമ്മൾ ബിരിയാണി മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞില്ലേ കടയിൽ നിന്നാണ് ബിരിയാണി മേടിക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾ ആദ്യം പോയി ബിരിയാണി മേടിച്ചിട്ട് വരട്ടെ. ഇതാ നമ്മൾ ബിരിയാണി മേടിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഇതാ നോക്കൂ. എന്തേരി അയ്യോ കൊച്ചാ പോയി. എടാ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. താങ്ക് യു. ഇതെന്തിനാ ഗിഫ്റ്റ് ഒക്കെ മേടിച്ച? എന്റെ ആദ്യത്തെ പെരുന്നാള് ബർത്ത്ഡേയാ. കൊച്ച പോയി പള്ളി പോണം നോക്കാം. ഇന്ത്യയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ആരാധകർക്ക് ലഭിക്കുന്നത്. AFC കപ്പിൽ റൊണാൾഡോയുടെ അൽ നസറും ഇന്ത്യയിൽ നിന്നുള്ള ISL ക്ലബായ FC ഗോവയും ഈ ഗ്രൂപ്പിലെ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ FC ഗോവയ്ക്കെതിരെ ഗോവയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത്. അപ്പം ആ ബർത്ത്ഡേ ഗിഫ്റ്റ് അന്നു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാട്ടാ, ചോറ് കഴിച്ച് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ആദ്യമേ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുന്ന മുമ്പേ എനിക്ക് ചോറ് വിശന്നിരിക്കുന്നതുകൊണ്ട് ചോറ് കഴിക്കാനുള്ള ഒരു ആക്രാന്തമായിരുന്നു. അങ്ങനെ പോയി വേഗം പോയി ചോറ് കഴിച്ചിട്ട് വന്നിട്ട് പിന്നെയുള്ള ആക്രാന്തം ഗിഫ്റ്റ് എന്താണെന്ന് നോക്കാനുള്ളതായിരുന്നു. ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ, കോക്കനട്ടിൻ്റെ ആണ്. താങ്ക് യു അന്നു. അവൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്തോ തണുപ്പുള്ള എന്തോ സാധനമാണ്. ഐസ്ക്രീമാണോ? ഐസ്ക്രീം തന്നെ, ഐസ്ക്രീം, അമുലിൻ്റെ ഐസ്ക്രീം ആട്ടാ. പോന്നെ താനിക്കൊരു ഗിഫ്റ്റ് മേടിച്ചില്ലല്ലോ. ഞാൻ മേടിച്ചില്ല, പക്ഷെ അന്നു മേടിച്ച്. താങ്ക് യു അനുഷി. ആളെ ഹത്തിന് ചോറില്ല, കാണിച്ചതാ. ഇരുന്ന് ചോറ് കഴിക്കുന്നതേ ഉള്ളൂ. നമ്മൾ മൂന്നുപേരും ഒത്ത് ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാ. നമ്മൾ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞു, പക്ഷെ എന്നിട്ട് ഓള് കഴിച്ചു കഴിഞ്ഞില്ല. അപ്പം ഞാൻ ഈ ഐസ്ക്രീം ഒന്ന് അകത്താക്കട്ടെ. ഈ ഒരു ബൗളിൽ തന്നെ നമുക്കിങ്ങനെ കോരിക്കഴിക്കാം. കേട്ടോ, തണുപ്പ് ഒട്ടും പോയിട്ടില്ല, നല്ല കട്ടിക്ക് തന്നെ ഇരിക്കുകയാണ്. ഇത് പഞ്ഞുവെള്ളം ഉണ്ടോ? കഴിച്ചോ? എടി നീ കടുപ്പം നിന്നെ പിന്നെ അടുപ്പിച്ചില്ല. ഇങ്ങോട്ട് വാ.
ഗൈസ് അങ്ങനെ നാളെ അമ്മ ബർത്ത്ഡേ ആണ്. അമ്മ അറിയാതെ നമ്മൾ ഗിഫ്റ്റ് അടിക്കാൻ പോവാണ്. അമ്മ അകത്ത് കിടന്നുറങ്ങണം. അപ്പം അമ്മ അറിയാതെ നമുക്ക് ഗിഫ്റ്റ് അടിക്കാൻ പോവാം. നമുക്ക് ബാക്കി കടയിൽ തന്നിട്ട് എടുക്കാം. കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഗിഫ്റ്റ് അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓട്ടോയിൽ കയറി. അപ്പോൾ ബാക്കിൽ തരുമോ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മളപ്പം എന്നാ കൂടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കടയിൽ പോകാൻ പോണേ. ഓക്കെ കട കടയിലോട്ട് കയറി പോവാണേ. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഇതാണ് കടയിലുള്ളിലുള്ള സാധനങ്ങൾ. ഞാൻ ഇത് മൊത്തം ചുറ്റി കാണിച്ചു തരാം. Hi. Hi, hi. ഇത് മൊത്തം കാണിച്ചു തരാം. പൊതിയാണ്. ഇനി നാളെ കാണാം. നാളെ വീഡിയോ എടുക്കപ്പം കാണാം. അമ്മ അറിയട്ടെ അല്ലേ? അമ്മക്കൊരു മോനുണ്ട്. മോൻ പേട്ടൊന്നും വരുന്നില്ല. ആ പേപ്പർ നല്ലോണം താങ്ക് യു. കുറെ കുതിരകളാണ് കേട്ടോ ഇതില്. ഈ നമ്മൾ 5 കുതിര 7 7 കുതിരല്ലേ വീട്ടിൽ വെച്ചാൻ വേണ്ടിട്ട് വിജയം എന്ന് പറയണത്. അങ്ങനെ എന്തോ ഉണ്ട്. ഓടുന്ന രീതിക്ക് വെച്ചാ. താങ്ക് യു. താങ്ക് യു. നീ ഗിഫ്റ്റ് മേടിച്ചത് താങ്ക് യു. താങ്ക് യു സോ മച്ച്. 6 വയസ്സായ എൻ്റെ മോനെ എനിക്ക് തന്ന ഗിഫ്റ്റാണ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അപ്പോൾ പൈസ ഇട്ട് കൂട്ടി എനിക്ക് മേടിച്ചതാട്ടാ. അപ്പം ഞാനത് ഇൻഷാല്ലാ എനിക്കൊരു വീട് വയ്ക്കുമ്പോൾ എൻ്റെ മോൻ എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തന്ന, ഞാൻ പറയാതെ അവൻ്റെ ഇഷ്ടത്തിൽ അവൻ എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ്. ഞാനത് സൂപ്പറായിട്ടായത്. സത്യം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. താങ്ക് യു സോ മച്ച് മോനെ. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ കൊച്ചായും കൂടി വന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരും ഇതാ ഇങ്ങനെ നിൽക്കണം. പക്ഷെ കേക്ക് മേടിച്ചില്ലായിരുന്നു കേട്ടോ. കേക്ക് മേടിക്കൽ പ്ലാൻ ഉണ്ടായിരുന്ന ഇടയ്ക്കെങ്കിലും പിന്നെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. വൈകിട്ടായപ്പോൾ ഉമ്മായി കാണാൻ വേണ്ടി വന്നേ. എങ്ങോട്ടോക്കും മുട്ടായി ഉണ്ടെന്ന് തിന്നാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാ പിള്ളേഴ്സുകളുണ്ട്. നമ്മൾ സ്കൂട്ടിയിലാട്ടോ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പം ലൈക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ടാറ്റാ ബൈ ബൈ.